ഭാരതനന്ദിനി ഭാസുരഭാവിനി പാവയമീ ഹൃദയം ചിരം. വലിയ സൗകര്യമാണ് രാജാസിലുള്ളത്. ആദ്യമായിട്ട് ഈ രാജാസ് വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനും DDക്കും അതുപോലെ തന്നെ ഇത് വിട്ടുതന്നതിന് രാജാസ് ഹൈസ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ അടക്കമുള്ള ആളുകളോടും നന്ദി പറയാം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. 35ാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിനം പിന്നിടുമ്പോൾ ആവേശത്തോടെയാണ് ഓരോ ഉപജില്ലയും കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. വിജയപ്രതീക്ഷയോടെ മത്സരാർത്ഥികൾ വേദികളിൽ ചരിത്രം രചിക്കുന്നതോടൊപ്പം കലോത്സവത്തിനെ വേറിട്ടതാക്കാനുള്ള സംഘാടകരുടെ പരിശ്രമവും എടുത്തു പറയേണ്ടതാണ്. കാണാം കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന 35ാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ വിശേഷങ്ങൾ. ചാനൽ 10 പ്രതിനിധി അജ്നാസ് കൂടരഞ്ഞി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാനൽ 10 പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്, മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിന് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടക്കൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒരുപാട് നല്ല കലാവിരുന്നുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാത്തിരിക്കുന്നു. പുതിയ പ്രതിഭകളുടെ കടന്നുവരവാണ്. സംസ്ഥാന കലോത്സവത്തിൽ മലപ്പുറത്തെ ആരൊക്കെ പ്രതിനിധീകരിക്കുമെന്നറിയാൻ ഇനി കുറച്ച് മണിക്കൂറുകളും കുറച്ച് ദിവസങ്ങളും മാത്രമാണ്. 30ാം തീയതി സമാപിക്കുന്ന കലോത്സവം ഏറ്റവും മനോഹരമായി വലിയ ജനപങ്കാളിത്തത്തോടു കൂടെ കോട്ടക്കലിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഒരുപാട് നല്ല കലാകാരന്മാരെ പരിചയപ്പെടാനുണ്ട്. കലോത്സവത്തിന്റെ ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടെ സ്വാഗതം പ്രിയമുള്ള പ്രേക്ഷകരെ. മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം സംഘഗാനത്തിന് 1ാം സ്ഥാനം നേടിയ മങ്കറ ഉപജില്ലയെ പ്രതിനിധീകരിക്കുന്ന ടീമാണ് എന്നോടൊപ്പം ഉള്ളത്. മക്കൾ സ്പെയർ എന്ന് പറയുമോ? ദേവതീർത്ഥ, സാധിക, ശ്രീലക്ഷ്മി, ചൈത്ര, കാവ്യലക്ഷ്മി, അശ്വിന, ശിവരഞ്ജിനി. ഏത് സ്കൂളാണ്? സ്കൂളിന്റെ പേര് പറയും. IKTHSS ചെറുകുളമ്പ. ചെറുകുളമ്പ. നിങ്ങൾ സബ് ജില്ലയിൽ 1ാം സ്ഥാനം നേടി, ജില്ലയിൽ ഫസ്റ്റ് ഏക്കർ കിട്ടി, ഇനി സംസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം ഒന്ന് ആരെങ്കിലും ഒരാളൊന്ന് പ്രകടിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ച ഒരാൾ പറഞ്ഞാൽ മതി. കുറേ കാലമായതുകൊണ്ട് കഷ്ടപ്പെടുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, സെക്കൻഡായി പോയി. ഇപ്രാവശ്യം കിട്ടി. ഒരുപാട് പേര് സഹായിച്ചു. സാറുമാരൊക്കെ ഉണ്ടായിരുന്നു കൂടെ നിൽക്കാൻ. ഒരുപാട് പേരുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ വിട്ടുപോകും, അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഭാരതനന്ദിനി ഭാസുരഭാവിനി പാവയമീ ഹൃദയം ചിരം. ചിന്മയരൂപിണി മന്മനുമോഹിനി ഭാവയമാം ഹൃദയേ സദാ. ശുദ്ധേ നിത്യമുക്തി സിദ്ധിദാത്രി ശുഭദേ. ശുഭ്രേ പാദഭക്താൻ പാഹി ചാരുസ്വരൂപേ. ലോകീഖിതപൂർണേ ദുഃഖലീലേ സതതം. നിത്യേ ദേഹി മോക്ഷം പാമരാണാമനിശം. തവ ഗീത്യാലോകം പരിപൂർണം. താരാകെ പോരീശ ചിന്താനേ. ഭൂവിയും ചേലാലേ വന്ദാനേ. ചേലാലേ വന്ദതി സുന്ദരി ബിന്ദു മിഹാരിലെ നിന്ദാനേ. ചന്ദ്രിക ബീവിയിൽ വിണ്ടാനേ. ബീവിയിൽ വിണ്ടത് പെണ്ണികൾ വിണ്ടുക കൊണ്ടതിലുണ്ടാനേ. കണ്ണിൽ കന്തിയ ചന്ദ്രിക രാവിലെ മൂണു ബശീലല്ലേ. ഇതിന്റെ സംഘാടനം എടുത്തു പറയേണ്ടതാണ്. മറ്റു വർഷങ്ങളെക്കാളും ഏറ്റവും ഗംഭീരമായ രീതിയിലുള്ള ഒരു സംഘാടനമാണ്. നമ്മുടെ സംഘാടക സമിതി ടീം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇത് 2ാം തവണയാണല്ലേ ഈ ഒരു സ്കൂളിലേക്ക് നമ്മുടെ ജില്ലാ കലോത്സവം വരുന്നെത്തുന്നത്. അപ്പോൾ കൺവീനർ നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, എന്താണ് പറയാനുള്ളത്? ഏറ്റവും സന്തോഷം. നേരത്തെ നിങ്ങൾ സൂചിച്ച പോലെ ഈ വർഷം തുടർച്ചയായിട്ട് 2ാം തവണ വരുന്നത് ആദ്യമായിട്ടാണ് രാജാസിൽ. ഇവിടുത്തെ സൗകര്യങ്ങൾ, ഒരു കൊടക്കയിൽ നമുക്ക് 13 മെയിൻ വേദികളുണ്ട്. അതുപോലെ തന്നെ 6 ഹാൾ വേദികളുണ്ട്. മൊത്തം 19 വേദികൾ, വലിയ ഭക്ഷണ പന്തൽ, എല്ലാ സൗകര്യവും ഈ ഒരു 1 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ. മാത്രമല്ല ഏറ്റവും നല്ല വാഹന സൗകര്യം, ഹൈവേയുടെ വക്കിന്
എല്ലാ സൗകര്യം, ഭക്ഷണത്തിന് ഇനി ഒരു പ്രയാസമില്ല, വൈകുന്നേരങ്ങളൊക്കെ എല്ലാ നിലക്കുമുള്ള വലിയ സൗകര്യമാണ് രാജാസിലുള്ളത്. ആദ്യമായിട്ട് ഈ രാജാസ് വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനും DDക്കും അതുപോലെ തന്നെ ഇത് വിട്ടുതന്നതിന് രാജാസ് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ അടക്കമുള്ള ആളുകളോടും നന്ദി പറയാം. അപ്പം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ കലോത്സവത്തിൻ്റെ വെൽഫെയർ ആൻഡ് മെഡിക്കൽ ടീമാണ്. ഏറ്റവും സേവന സന്നദ്ധമായി കാര്യങ്ങൾ ഇടപെടുന്ന ഒരു ടീമാണ്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിങ്കളാഴ്ച മുതൽ ഞങ്ങളിവിടെ കർമ്മനിരതായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ വിദ്യാർത്ഥികൾക്ക്, മത്സരാർത്ഥികൾക്ക്, അതുപോലെ ജഡ്ജസിന്, ഒഫീഷ്യൽസിന്, മറ്റ് ആളുകൾക്ക് എല്ലാം കുടിവെള്ളം, മറ്റു കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് നമ്മുടെ ടീം JRCയുടെയും അതുപോലെ സ്കൗട്ട് ഗൈഡ്, അതുപോലെ അധ്യാപകരുടെയും എല്ലാവരുടെയും ഒത്തായ പരിശ്രമം കൊണ്ട് ഒരു പരാതിയും കൂടാതെ എല്ലാവർക്കും വെള്ളവും അതുപോലെ മറ്റ് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കലയുടെ സർവ്വ സംഗമ ഭൂമികയിൽ വലിയ ഒരു ആവേശമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവം എല്ലാ പ്രിയപ്പെട്ട മത്സരാർത്ഥികളും പ്രിയപ്പെട്ടവരെല്ലാവരും 30-ാം തീയതിക്ക് വേണ്ടിയുള്ള വലിയൊരു കാത്തിരിപ്പാണ്. ഈ മത്സരത്തിന്റെ കിരീടം ആര് നേടുമെന്നും സംസ്ഥാന കലോത്സവത്തിൽ ആരൊക്കെ മത്സരിക്കുമെന്ന് അറിയാനുള്ള വലിയൊരു കാത്തിരിപ്പിന് ഇപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏറെ സ്നേഹപൂർവ്വം ഈ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൈതാനിയിലേക്ക്, ഈ ഒരു സ്കൂളിന്റെ വിവിധ വേദികളിൽ നടക്കുന്ന കലയുടെ മാമാങ്കം നേരിൽ ആസ്വദിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ക്യാമറമാൻ ഷാനു അരിക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 മലപ്പുറം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെൻ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ 6-ാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും വരുന്നുണ്ട്. ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നേരിൽ കാണാം.